കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിനകത്തെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ജാവാസ്ക്രിപ്റ്റിനകത്ത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം സെർട്ടൻ ബ്ലോക്ക് ഓഫ് കോഡിനെ റൺ ചെയ്യുന്നു. അതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് കോഡിന്റെ ഫ്ലോയിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്നും പറയാം. കാരണം എന്താണ്, അതായത് കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ അതിനെ ബേസ് ചെയ്തിട്ട് ഏത് ബ്ലോക്ക് ഓഫ് കോഡിനെ റൺ ചെയ്യണം എന്ന് പ്രോഗ്രാമിന് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനെ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും പറയാം. കാരണം അതായത് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഏത് ബ്ലോക്ക് ഓഫ് കോഡിനെ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് പാത്തിനെ സെലക്ട് ചെയ്യണം എന്ന് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് പ്രോഗ്രാം തീരുമാനിക്കണം. അത് കാരണം അതിനെ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്നും പറയും. പിന്നെ നമ്മൾക്ക് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് 5 ടൈപ്സ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ if സ്റ്റേറ്റ്മെന്റ് ആണ്. റൺസ് കോഡ് if the condition is true. അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് കോഡിനെ റൺ ചെയ്യുള്ളൂ. അതാണ് if സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലെറ്റ് ഏജ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് 20 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്തു. if ഏജ് എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 ആണോ? അതെ, ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ എന്താണ് console.log you are an adult. അപ്പൊ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ലൈൻ എന്താണ് റൺ ചെയ്യുന്നു. അപ്പൊ ഇത് പ്രിന്റ് ചെയ്യുന്നു യു ആർ an adult. അപ്പൊ ഇത് ട്രൂ ആണ്, അത് കാരണം ഈ കോഡ് റൺ ചെയ്തു പ്രിന്റ് ചെയ്യുന്നു. പിന്നെ if else സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റൺസ് വൺ ബ്ലോക്ക് if the condition is true otherwise another block. if else സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ബ്ലോക്ക് റൺ ചെയ്യുന്നു, ഫാൾസ് ആണെങ്കിൽ വേറെ ഒരു ബ്ലോക്ക് റൺ ചെയ്യുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ലെറ്റ് ഏജ് ഈസ് ഈക്വൽ ടു 16 എന്നാണ്. ഇഫ് ഏജ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18, 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 അല്ല. അപ്പൊ എന്താണ് എൽസ്, അതായത് ഇത് ഫാൾസ് ആണ്. അപ്പൊ ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ വേറെ ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ റൺ ചെയ്യുന്നു, അതാണ് എൽസ് പാർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ console.log you are a minor എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും പ്രിന്റ് ചെയ്യാനായിട്ട് കൺസോളിൽ പ്രിന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. മനസ്സിലായോ? പിന്നെ if else chain, ഇതിനകത്ത് ചെക്സ് മൾട്ടിപ്പിൾ കണ്ടീഷൻ ഇൻ ഓർഡർ. ഇതിനകത്ത് ഒരു കണ്ടീഷൻ അല്ല, മൾട്ടിപ്പിൾ കണ്ടീഷൻ ഉണ്ടായിരിക്കും ഓർഡർ ആയിട്ട്. എക്സിക്യൂട്ടിംഗ് ദ ബ്ലോക്ക് ഓഫ് കോഡ് അസോസിയേറ്റഡ് വിത്ത് ദ ഫസ്റ്റ് കണ്ടീഷൻ ആൻഡ് ഇവാലുവേറ്റ്സ് ട്രൂ ആൻഡ് ഇഫ് നൺ ഓഫ് ദി, അതായത് ഏത് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ടാവും ഓർഡർ ആയിട്ട്, അതിനകത്ത് ഏത് കണ്ടീഷൻ ആണോ ട്രൂ ആയിട്ട് വരുന്നത് ആ ട്രൂ ആയിട്ട് വരുന്ന കണ്ടീഷനകത്ത് അസോസിയേറ്റ് ചെയ്തേക്കുന്ന കോഡിനെ ആയിരിക്കും അത് റണ്ണ് ചെയ്യാനായിട്ട് പോകുന്നത്, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ പിന്നെ എന്നാന്ന് വെച്ചാൽ ഇഫ് നൺ ഓഫ് ദി കണ്ടീഷൻ, ഒരു കണ്ടീഷനും ട്രൂ അല്ലെങ്കിൽ എൽസ് ബ്ലോക്ക് എന്ന് പറയുന്ന ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ലെറ്റ് സ്കോർ ഈക്വൽ ടു 85. സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 ആണ്. if 85 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90, 85 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ആണ്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90 ആണോ? അല്ല. അപ്പൊ നമ്മൾ അടുത്ത കണ്ടീഷൻ നോക്കുന്നു. എൽസ് ഇഫ് സ്കോർ എന്ന് പറഞ്ഞാൽ 85 ആണ്, 85 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 75 ആണ്. അപ്പൊ ഈ കണ്ടീഷൻ ട്രൂ ആയത് കാരണം ഈ കണ്ടീഷൻ അസോസിയേറ്റഡ് ആയിട്ടുള്ള കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതായത് console.log ഗ്രേഡ് ബി എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുന്നു. എൽസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ മാത്രമാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള ആക്ഷൻ ആണ് എൽസ് ബ്ലോക്കിനകത്തുള്ളത്. ഈ രണ്ടും ഫാൾസ് ആണെങ്കിൽ മാത്രം എൽസ്
ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇത് കണ്ടീഷൻ ട്രൂ ആയത് കാരണം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഗ്രേഡ് ബി എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇനി അടുത്തത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. ഗുഡ് ഫോർ കമ്പയറിംഗ് വൺ വാല്യൂ അഗെയിൻസ്റ്റ് മെനി ഓപ്ഷൻസ്. ഒരു വാല്യൂവിനെ കുറെ ഓപ്ഷൻസ് ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു. ഒരു വാല്യൂ മെനി ഓപ്ഷൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അതിനു വേണ്ടി നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് ഇവാലുവേറ്റ് എ സിംഗിൾ എക്സ്പ്രഷൻ, ഒരു സിംഗിൾ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നു ആൻഡ് കമ്പേഴ്സ് ഇറ്റ്സ് വാല്യൂ അഗെയിൻസ്റ്റ് മൾട്ടിപ്പിൾ പോസിബിൾ കേസസ്. ഒരു സിംഗിൾ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ വാല്യൂനെ മൾട്ടിപ്പിൾ പോസിബിൾ കേസസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. എക്സിക്യൂട്ടിംഗ് ദി ബ്ലോക്ക് ഓഫ് കോഡ് ഫോർ ദി ഫസ്റ്റ് മാച്ചിങ് കേസ്. അതായത് ഏത് കേസ് ആണോ ആ വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യുന്ന അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഓഫ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ബ്ലോക്ക് ടു ഹാൻഡിൽ സിറ്റുവേഷൻ. ഇഫ് ഒരു കേസിനകത്തുള്ള വാല്യൂ മാച്ച് ചെയ്തില്ലെങ്കിൽ, ഒരു കേസസും മാച്ച് ചെയ്തില്ലെങ്കിൽ എന്താണ് ഡിഫോൾട്ട് ആയിട്ടുള്ള ബ്ലോക്ക് ഉണ്ട്. അപ്പൊ അത് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ലെറ്റ് ഫോർ എക്സാമ്പിൾ ലെറ്റ് ഡേ ഈസ്ക്വൽ ടു മൺഡേ. ഇപ്പൊ ഡേ എന്ന് വെച്ചാൽ മൺഡേ ആണ്. അപ്പൊ ഈ ഡേ എന്ന് പറഞ്ഞാൽ മൺഡേ ആണ്. അപ്പൊ ഈ മൺഡേ എന്ന് പറഞ്ഞ വാല്യൂ കുറെ കേസസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ഏതെങ്കിലും കേസ് മാച്ച് ചെയ്യുവാണെങ്കിൽ അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഓഫ് കോഡ് എന്താണ് റണ്ണ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അതാണ് ഏത് മാച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഡേ എന്ന് പറഞ്ഞാൽ മൺഡേ ആണ്. അപ്പൊ മൺഡേ എന്ന് പറയുന്ന ഇതിനെ മാച്ച് ചെയ്യുന്നത് കേസ് മൺഡേ. ഇത് രണ്ടും മാച്ചിങ് ആണ്. അപ്പൊ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള കേസ് ഏതാണോ അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള കോഡ് റണ്ണ് ചെയ്യുന്നു. പിന്നെ ഡിഫോൾട്ട് ആയിട്ടുള്ളത് ഈ ഒരു കേസിലെ വാല്യൂസ് മാച്ച് ചെയ്തില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ബ്ലോക്ക് റണ്ണ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് മൺഡേ എന്ന് പറയുന്നത് ഇത് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റാർട്ട് ഓഫ് ദി വീക്ക് എന്ന് പറഞ്ഞ് കൺസോളിൽ പ്രിന്റ് ചെയ്യും. ഇതാണ് സ്വിച്ച് എന്ന് പറയുന്നത്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ടേർണറി ഓപ്പറേറ്റർ. ടേർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈഫ് എൽസ് ഇല്ലേ, ഈ ഈഫ് എൽസിന്റെ ഷോർട്ട് ഹാൻഡ് ആണ് ടേർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അത് സിംഗിൾ ലൈനകത്ത് വർക്ക് ചെയ്യുന്നു. മറ്റേത് അപ്പൊ ഇതിന്റെ ഈഫ് എൽസിന്റെ ഷോർട്ട് ഹാൻഡ് ആണ്, നമുക്ക് സിംഗിൾ ലൈനിൽ എഴുതാനായിട്ട് പറ്റും. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. ഫസ്റ്റ് അത് കണ്ടീഷനെ ചെക്ക് ചെയ്യുന്നു. അത് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു. ആൻഡ് റിട്ടേൺസ് വൺ വാല്യൂ ട്രൂ. അതായത് ട്രൂ ആണെങ്കിൽ ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു, ഫാൾസ് ആണെങ്കിൽ വേറെ ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു. അതാണ് അത്. ഇതൊരു കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. കണ്ടീഷനെ വാലുവേറ്റ് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു, ഫാൾസ് ആണെങ്കിൽ വേറെ ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടീഷൻ, അതിന്റെ സിന്റാക്സ് ആണ്. കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു, ട്രൂ ആണെങ്കിൽ ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു, ഫാൾസ് ആണെങ്കിൽ വാല്യൂ ഇഫ് ഫാൾസ് ആണെങ്കിൽ വേറെ ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു. എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ലെറ്റ് ഏജ് ഈസ്ക്വൽ ടു 18 എന്ന് പറഞ്ഞിട്ടുള്ള അസൈൻ ചെയ്തേക്കുവാണ്. ലെറ്റ് സ്റ്റാറ്റസ് ഈസ്ക്വൽ ടു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആണ്. 18 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 ആണോ? ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ അഡൽട്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് അഡൽട്ട് എന്ന് പറഞ്ഞ വാല്യൂവിനെ റിട്ടേൺ ചെയ്യും. ഫാൾസ് ആണെങ്കിൽ മൈനർ എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പൊ ഇതിനകത്ത് 18 എന്ന് പറഞ്ഞ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 ട്രൂ ആണ്. അപ്പൊ അഡൽട്ട് എന്ന് പറഞ്ഞ, അപ്പൊ നമുക്ക് കൺസോളിൽ നമ്മൾ സ്റ്റാറ്റസിനെ പ്രിന്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് അഡൽട്ട്, കാരണം ട്രൂ ആണ്. ഇതാണ് നമ്മള് എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്, സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. 5 ടൈപ്സ് ആണ് ഉള്ളത്.